നല്ല മൂവി, നല്ല മൂവി. ആ മാസമുണ്ട്, ഇമോഷണലും ഉണ്ട്, രണ്ടുണ്ട്. ദളപതിയും സൗബിൻ എടുത്ത് വരണം. സൗബിന് ഇനി കുറെ റോള് കിട്ടും. ദളപതിന്റെ സൗബിനുണ്ട്, അമീർ ഖാനുണ്ട്, ഉപേന്ദ്രയുണ്ട്, എല്ലാവരും ഉണ്ട്. കൊള്ളാം, കുഴപ്പമില്ല, നല്ല രസമുണ്ട്. കുഴപ്പമില്ല, നല്ല രസമുണ്ട്. പടം സൂപ്പർ ഹിറ്റാണ്. ഹിറ്റ് സിനിമയാണ് ഞാൻ പറയണത്. അടിപൊളിയാണ്, ബമ്പർ ഹിറ്റ്. ലോകേഷ് കനകരാജ്, അനിരുദ്ധ് ഇന്റർവെല്ലിന് ശേഷം തൂക്കി. ഫസ്റ്റ് ഹാഫ് അല്ല, ഇന്റർവെല്ലിന് ശേഷം പടം തൂക്കി. രജനീകാന്തിനെ വല്ല ഇനി ഒരു സൂപ്പർ സ്റ്റാർ ഇല്ല. കാരണം സൂപ്പർ സ്റ്റാർ ഉണ്ടെങ്കിൽ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തന്നെ. ഈ 70-ാം വയസ്സിൽ എങ്ങനെയെങ്ങനെ ഇങ്ങനെ അഭിനയിക്കണേ, എന്തൊരു സ്ക്രീൻ പ്രസൻസ് ആണെന്നറിയാമോ. അടിപൊളി. അമീർ ഖാനൊക്കെ തകർത്ത് തൂത്തുവാരി. അടുത്ത കിടിലൻ സാധനം വരാൻ പോവല്ലേ, പൊളിച്ച്. സൂപ്പർ, നല്ലതായിരുന്നു. സ്റ്റോറി നല്ല, ആക്ഷനും നല്ലത്. പെർഫോമൻസ് പ്രായമായില്ലേ, കുഴപ്പമില്ല. നല്ല പടം, സൂപ്പർ പടം, അടിപൊളി പടം. വിളയാട്ട് ബോറടിക്കാണ്ടിരുന്ന് കാണാൻ പറ്റിയൊരു പടം. മ്യൂസിക് ഒന്നും പറയാനില്ല. നമ്മള് സൂര്യയുടെ ഒരു സാധനം പോലെ ലാസ്റ്റ് അമീർ ഖാൻ വന്നിറങ്ങുന്ന ഒരു ഐറ്റം ഉണ്ട്. രജനീകാന്തിന്റെ തനി മൂവി തന്നെ, അതിൻ്റെ ഒരു റൊമാൻറ്റിഫിക്കേഷൻ സാധനമെല്ലാം ഉണ്ട്. സൗബിനാണ് അന്ന് ഇന്നും പറയുന്നു, സൗബിനാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ക്യാമിയ റോളൊക്കെ പൊളിച്ചിട്ടുണ്ട്. പക്ഷേ കൈതിയുടെ തട്ടുന്നതാണ് തന്നെ ഇരിക്കും. രജനീകാന്ത് ലോകേഷിൻ്റെ വേറൊരു മാസ് മൂവി എന്ന് തന്നെ പറയാം. സ്റ്റോറി ബേസ്ഡ് ആണ്. അപ്പം അതിനായിട്ടുള്ളൊരു വേ ഓഫ് സ്റ്റൈൽ പടത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മ്യൂസിക് കൊള്ളാം, ഓരോ കൊള്ളാം. ഇല്ല, ആ റേഞ്ചിലോട്ടൊന്നും പോയിട്ടില്ല. പക്ഷേ അമീർ ഖാൻ്റെ ഒരു ഇൻട്രോ സീനും അതിനുശേഷം അമീർ ഖാനും രജനീകാന്തും തമ്മിലുള്ള ഒരു കോംബോ സീൻസൊക്കെ പടത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട്. അതൊരു അമീർ ഖാൻ വന്നിറങ്ങുന്ന ഒരു സീൻ തന്നെ നമ്മുടെ വിക്രത്തിൽ സൂര്യ വരുന്ന പോലെ തന്നെ ഒരു വെറൈറ്റി ഐറ്റമായിട്ടാണ് അമീർ ഖാൻ വന്നിറങ്ങിയത് തന്നെ. സോ കൊള്ളാം. ടിപ്പിക്കൽ ലോകേഷ് പടം തന്നെയാണ്. ടിപ്പിക്കൽ ഒരു ഗ്യാങ്സ്റ്റർ ബേസ്ഡ് പ്ലോട്ട് തന്നെയാണ് പടം പറഞ്ഞു പോകുന്നത്. സോ ലോകേഷനായിട്ടുള്ള വേ ഓഫ് സ്റ്റൈൽ പടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. വേറെ ഐ മീൻ രജനീകാന്തിന്റെ വേ ഓഫ് സ്റ്റൈലാണല്ലോ. രജനീകാന്തിന്റെ സ്ലാഗ് പടത്തിൽ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഒരു ഹൈലൈറ്റ് ആയിട്ടൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ രജനീകാന്തിന്റെ പഴയ കാലഘട്ടം കാണിക്കുന്നുണ്ട്. ഒരു സീനിൽ 2 കാലഘട്ടം കൊണ്ട് മിക്സ് ചെയ്ത് പോകുന്നുണ്ട്. അതല്ല പുള്ളിയുടെ ആ സിഗരറ്റ് വലിക്കണതും ആ നടന്നു വരുന്നതും എഴുന്നേറ്റ് കൈയടിക്കുള്ള സാധനം ആ സീനിലുണ്ട്. അത് പഴയ കാലഘട്ടത്തിൽ CJ പക്ക ക്ലിയർ ആയിട്ടുണ്ട്. അന്നത്തെ കാലത്തെ ഡയലോഗ് ഡെലിവറി ഒക്കെ കറക്റ്റായിട്ട് ഒന്ന് പോകുന്നുണ്ട്. അത് റൊമാൻറ്റിക് ഐറ്റം തന്നെയാണ്. സൂപ്പർ. സെക്കൻഡ് ഹാഫ് പൊളിച്ചു, വേറെ ലെവൽ പടം. നന്നായിട്ട് എല്ലാ ആർട്ടിസ്റ്റിനും നല്ല സ്ക്രീൻ പ്രൈസ് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വന്നിട്ടുണ്ട്. അവസാനം കുറെ ടെസ്റ്റ് പരിപാടി. ആ രജനി ഫാൻ മാത്രമല്ല, നമ്മൾ ആ സിനിമ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാർക്കും വേണ്ട സംഭവങ്ങളെല്ലാം നന്നായിട്ടുണ്ട്. പടം അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല അടിപൊളിയായിരുന്നു. തലവർ അടിപൊളിയായിരുന്നു. സ്ക്രീൻ പ്രസൻസ് BGM ഒക്കെ അടിപൊളിയാണ്. പിന്നെ കൊള്ളാം. ആ ഒരു വൈബ് ഉണ്ട്. പക്ഷേ ജയിലറൊക്കെ വെച്ച് നോക്കാൻ നേരത്ത് അത്രയും നമുക്ക് തോന്നില്ലെങ്കിലും പക്ഷെ അടിപൊളിയാണ്. ഒരു വെറൈറ്റി ഉണ്ട്. അതിൽ കുറച്ച് ടിസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. അതാണ് കയ്യടിയും കാര്യങ്ങളൊക്കെ വന്നേക്കുന്നത്. ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഒറ്റയാണ്.